പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മുടെ അടുത്ത മാത്സ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ രണ്ട് ചോദ്യങ്ങൾ റിലേറ്റഡ് ടു അരിത്തമെറ്റിക് സീക്വൻസിന്റെ ഒരു ടേം ആൻഡ് പൊസിഷനുമായിട്ട്, അതായത് സ്ഥാനവും പദവുമായി ബന്ധപ്പെട്ടിട്ടുള്ള രണ്ട് ചോദ്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തു അല്ലേ, പഠിച്ചു എന്ന് വിശ്വസിക്കുന്നുണ്ട്. ഓക്കെ, ദെൻ ഇവിടെ നമ്മൾ ഇനി പുതുതായിട്ട് പഠിക്കാൻ പോകുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത്, ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്ന ചോദ്യം എന്ന് പറയുന്നത് പദമാണോ എന്ന് ചെക്ക് ചെയ്യാനുള്ളതാണ്. അതായത് ഒരു സമാന്തര ശ്രേണിയുടെ 10, 12, 14 എക്സെട്ര എന്ന് പറയുന്ന ഒരു സമാന്തര ശ്രേണിയുടെ അഥവാ ഒരു അരിത്തമെറ്റിക് സീക്വൻസിന്റെ ഒരു പദമാണോ, ഒരു ടേം ആണോ 100 എന്ന് പറയുന്നത്. ഇവിടെ ഈ ചോദ്യത്തിൽ നമ്മൾ ആദ്യം പറഞ്ഞ 10 എന്ന് പറയുന്ന നമ്പർ അതിന്റെ ഫസ്റ്റ് ടേം ആണ് അല്ലെ, ആദ്യത്തെ പദമാണ്. അതുപോലെ തന്നെ 12 എന്ന് പറയുന്ന 12 എന്ന് പറയുന്നത് അതിന്റെ രണ്ടാമത്തെ ടേം ആണ് അല്ലെ. അതോട് ചോദ്യത്തിൽ തന്നത് കൊണ്ട് നമുക്ക് വളരെ വ്യക്തമായിട്ട് പറയാം, ഇറ്റ് ഈസ് എ സെക്കൻഡ് ടേം അല്ലെ. അത് എത്രയാണ്? രണ്ടാമത്തെ ടേം ആണ്. ഇനി അത് അടുത്തത് നമ്മൾ പറഞ്ഞത് 14 ആണ് അല്ലെ. 14 എന്ന് പറയുന്നത് അതിന്റെ തേർഡ് ടേം ആണ്. ഇങ്ങനെ നോക്കി, അതായത് ഇങ്ങനെ തുടർച്ചയായിട്ട് എഴുതി കഴിഞ്ഞാൽ ഈ 100 എന്ന് പറയുന്നത് ഈ അരിത്തമെറ്റിക് സീക്വൻസിൽ സമാന്തര ശ്രേണിയിൽ എവിടെയെങ്കിലും വരുമോ എന്നാണ് നമ്മുടെ ഈ ചോദ്യം എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ആ ചോദ്യത്തിലേക്ക് പോവാം. ചോദ്യം ഇവിടെ എഴുതിയിട്ടുണ്ട്, ഈസ് 100 എ ടേം ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് 10, 12, 14 എക്സെട്ര എന്ന് പറയുന്ന ചോദ്യം. അഥവാ 10, 12, 14 എക്സെട്ര എന്ന സമാന്തര ശ്രേണിയുടെ ഒരു പദമാണോ 100 എന്ന് പറയുന്നത് അല്ലെ. അപ്പോ ഈ പദങ്ങളുടെ പ്രത്യേകത എന്താണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതിൽ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് 100 ഇതിലെ പദമാണോ എന്നാണ്, 100 ഇതിലെ ടേം ആണോ എന്നാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. അപ്പൊ ടേമിന്റെ പ്രത്യേകത അറിഞ്ഞാൽ 100 ടേം ആണോ എന്ന് നമുക്ക് വളരെ വേഗത്തിൽ പരിശോധിക്കാൻ കഴിയും. ടേമിന്റെ പ്രത്യേകത എന്താണ് എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഇവിടെ ടേം ഏതൊക്കെയാണ്? 10 എന്ന് പറയുന്നത് ഇതിലെ ഫസ്റ്റ് ടേം ആണ്. 12 എന്ന് പറയുന്നത് ഇതിലെ സെക്കൻഡ് ടേം ആണ്, അതായത് രണ്ടാമത്തെ പദമാണ്. 14 എന്ന് പറയുന്നത് ഇതിലെ തേർഡ് ടേം ആണ്. അതൊക്കെ ക്വസ്റ്റ്യനിൽ നോക്കൂ, ഇങ്ങനെ തന്നിട്ടുണ്ട്. ഒന്നാമത്തെ പദം, രണ്ടാമത്തെ പദം, മൂന്നാമത്തെ പദം എക്സെട്ര. പിന്നീട് അങ്ങോട്ടുള്ള പദങ്ങളും ഒന്നും തന്നിട്ടില്ല. അടുത്ത പദം നമുക്ക് എത്രയെന്നറിയാം, 16 ആണ് അല്ലെ, 16 ആണ്. പക്ഷെ കുറെ അങ്ങ് പോയിട്ട് നിങ്ങളോട് ചോദിക്കുകയാണ് 100 ഇതിലെ പദമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില സമാന്തര ശ്രേണിയിലൊക്കെ നമുക്ക് വളരെ വേഗത്തിൽ പറയാൻ കഴിയും അല്ലെ. പക്ഷെ ചിലതിലൊന്നും നമുക്ക് ഇതേപോലെ പദമാണോ എന്ന് വളരെ പെട്ടെന്ന് പറയാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ കഴിയില്ല. അപ്പൊ അത് എങ്ങനെയാണ് ഇതിന്റെ ആൻസർ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ശ്രദ്ധിച്ചോളൂ, ഈ 10 എന്ന് പറയുന്നത് ഇതിന്റെ പദമാണ്. ഇതിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? ഉണ്ടാവാൻ കഴിയില്ല, കാരണം ഉണ്ടാവാൻ പാടില്ല. കാരണം എന്താ, 10 എന്ന് പറയുന്നത് ഇതിലെ ഒന്നാമത്തെ പദമാണെന്ന് നമുക്കറിയാം അല്ലെ. അപ്പൊ അവിടെ ഒരു സംശയത്തിന്റെ ആവശ്യമില്ല. ആ 10 എന്ന് പറയുന്ന നമ്പറിനെ ഞാൻ എന്ത് ചെയ്യുന്നു, ഇതിന്റെ പൊതുവ്യത്യാസം, കോമൺ ഡിഫറൻസ്, ഈ സീക്വൻസിന്റെ, ഈ അരിത്തമെറ്റിക് സീക്വൻസിന്റെ പൊതുവ്യത്യാസം എത്രയാ പൊതുവ്യത്യാസം എന്ന് പറയുന്നത്? 12ഉം 10ഉം തമ്മിലുള്ള വ്യത്യാസമാണ് അല്ലെ. അതായത് 12ൽ നിന്ന് 10 മൈനസ് ചെയ്തത് 2 അല്ലേ. അതാണ് ഇവിടുത്തെ എന്ത് എന്ന് പറയുന്നത്, പൊതുവ്യത്യാസം എന്ന് പറയുന്നത്. ആ പൊതുവ്യത്യാസം കൊണ്ട് ഞാൻ ഇതിനൊന്ന് ഹരിക്കാൻ പോവുകയാണ്. 10നെ 2 കൊണ്ട്, 2 എന്ന് പറയുന്നത് ഇവിടുത്തെ പൊതുവ്യത്യാസമാണ്. നമ്മൾ എഴുതിയിട്ടുള്ള ഈ സമാന്തര ശ്രേണിയുടെ അരിത്തമെറ്റിക് സീക്വൻസിന്റെ പൊതുവ്യത്യാസം അഥവാ കോമൺ ഡിഫറൻസ് ആണ് ഈ 2 എന്ന് പറയുന്നത്. 10 എന്ന് പറയുന്നത് ഇതിലെ ഒരു പദമാണ്. അതായത് എത്രാമത്തെ പദമാണ്? ഫസ്റ്റ് ടേം ആണ് അല്ലെ, ആദ്യ പദമാണ്. ആ പദത്തെ ഞാൻ 2 കൊണ്ട്, 2 കോമൺ ഡിഫറൻസ്, ഇത്രയും കാര്യം ശ്രദ്ധിക്കുക നിങ്ങൾ. ആ 2 കൊണ്ട് ഞാൻ ഹരിക്കാൻ പോവാണ്. ഹരിക്കുമ്പോ എത്രയാണ്? 5 അല്ലെ. 5 × 2 10. ശിഷ്ടം എത്രയാണ് കിട്ടിയത്? 0 കിട്ടിയത്. ആ ശിഷ്ടം അവിടെ നിന്നോട്ടെ. ഓക്കെ, ദെൻ അടുത്ത പദം എന്ന് പറയുന്നത് 12 ആണ്. 12 എന്ന് പറയുന്നത് രണ്ടാമത്തെ പദമാണ്, ടേം ആണ്. ആ ടേമിനെയും നമ്മൾ പൊതുവ്യത്യാസം കൊണ്ടൊന്ന് ഹരിച്ചു നോക്കാം. നമുക്ക് പൊതുവ്യത്യാസം കൊണ്ട് ഹരിക്കുമ്പോ 6 പ്രാവശ്യം പോവും. അത് 12 തന്നെയാണ്, ശിഷ്ടം 0. അപ്പോ അടുത്തത് നമുക്ക് നോക്കാം. അടുത്തത് 14 എന്ന് പറയുന്നത് ഇതിലെ പദമാണ്. ആ പദത്തെ നമ്മൾ പൊതുവ്യത്യാസം കൊണ്ട് ഹരിക്കുമ്പോ 7 പ്രാവശ്യം 7 × 2 14, ശിഷ്ടം 0 കിട്ടി വീണ്ടും. അപ്പൊ ഈ ശ്രേണിയുടെ പ്രത്യേകത എന്താണ്? ഈ ശ്രേണിയിലെ പദങ്ങളായ 10നെയും 12നെയും 14നെയും അതിന്റെ തന്നെ പൊതുവ്യത്യാസമായ കോമൺ ഡിഫറൻസ് ആയിട്ടുള്ള 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ എന്ന് പറയുന്നത് തുല്യമാണ്. അതെല്ലാത്തിനും തുല്യമായിരിക്കും. പക്ഷെ ഇവിടെ എന്താണ്? 0 ഇവിടെ എന്താണ്? 0 ആണ് റിമൈൻഡർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നിങ്ങളോട് ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത് 100 ഇതിൽ ഉണ്ടാകുമോ എന്നുള്ളതാണ്. 100 ടേം ആണോ? അപ്പോ ഇതിൽ
ഈ കൂട്ടത്തിൽ ഇവരുടെ കൂട്ടത്തിൽ 100 വേണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ 100 പെടണമെന്നുണ്ടെങ്കിൽ ആ 100നെ അതിന്റെ പൊതുവ്യത്യാസമായ ഇതിന്റെ കോമൺ ഡിഫറൻസ് ആയ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എന്ത് കിട്ടണം? 0 കിട്ടണം. അങ്ങനെ 0 കിട്ടിയാൽ നിങ്ങൾക്ക് എന്ത് പറയാം? 100 ഇതിലെ ടേം ആണെന്ന് പറയാം അല്ലെ. ഇപ്പൊ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാം കറക്റ്റ് ആയിട്ട് 50 അല്ലെ, അതായത് 100 ശിഷ്ടം 0 എന്ന് പറയുന്നു അല്ലെ. അപ്പൊ ഇവിടെ എന്താ വന്നത്? ശിഷ്ടം റിമൈൻഡർ 0 ആണ്. ഇവിടെ ഇതിലെ പദങ്ങളെ ഹരിക്കുമ്പോൾ, പദങ്ങളെ പൊതുവ്യത്യാസം കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ടം 0 നമ്മൾ നേരത്തെ കണ്ടിരുന്നു. 100 പദമാണോ എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടി ആ 100നെയും പൊതുവ്യത്യാസം കൊണ്ട് കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ കിട്ടിയ ശിഷ്ടം അഥവാ റിമൈൻഡർ എന്തായി? 0 ആയി. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? 100 എന്ന് പറയുന്നത് ഇവരുടെ കൂട്ടത്തിലുള്ള ഒരു നമ്പർ തന്നെയാണെന്ന് പറയാം. ഇപ്പൊ നമ്മുടെ ആൻസർ എന്താണ്? 100 ഈസ് എ ടേം ഓഫ് ദ സീക്വൻസ് എന്ന് പറയണം അല്ലെ. 100 ഈ ശ്രേണിയിലെ ഒരു പദമാണ്, കാരണം ശിഷ്ടം തുല്യമാണ്. അപ്പൊ ഇവിടെ പൊതുവായിട്ട് നമുക്ക് പറഞ്ഞാൽ ഒരു സമാന്തര ശ്രേണിയിലെ എല്ലാ പദങ്ങളെയും, ഒരു സമാന്തര ശ്രേണിയിലെ ഒരു അരിത്തമെറ്റിക് സീക്വൻസിലെ ഏതൊരു ടേമിനെയും അല്ലെങ്കിൽ എല്ലാ ടേമിനെയും അതിന്റെ കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന റിമൈൻഡർ എന്തായിരിക്കും? സെയിം ആയിരിക്കും. റിമൈൻഡർ സെയിം ആയിരിക്കും, ശിഷ്ടം തുല്യമായിരിക്കും. ഇവിടെ ഈ ചോദ്യത്തിൽ ആ ശിഷ്ടം എന്ന് പറയുന്നത് 0 വേറെ ചോദ്യത്തിൽ അത് വേറെ ആയിരിക്കും. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ക്ലിയർ ആണല്ലോ. അപ്പൊ പദമാണോ എന്ന് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെ പൊതുവ്യത്യാസം കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ശിഷ്ടം തുല്യമാണോ എന്ന് പരിശോധിച്ചാൽ മതി. റിമൈൻഡർ ഈക്വൽ ആണെന്ന് ചെക്ക് ചെയ്താൽ മതി. ഓക്കെ ആണല്ലോ. വേറെയും മെത്തേഡുകളുണ്ട്, നമുക്ക് ചോദ്യങ്ങൾ ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾ പഠിച്ചു തുടങ്ങും. ക്ലിയർ ആണല്ലോ. ഓക്കെ. അപ്പൊ ഇതില് 10. ഇവിടെ നോക്കൂ, ഒരു കാര്യം കൂടി പറയാം നിങ്ങൾക്ക്. എല്ലാ പദങ്ങളെയും ഇത് ഇപ്പൊ നമ്മൾ 10 എന്ന് പറയുന്നത് ഇതിലെ പദമാണ്, അറിയാമല്ലോ അല്ലെ. 12 എന്ന് പറയുന്നത് ഈസ് എ ടേം ഓഫ് ദി സീക്വൻസ് അല്ലെ, ഇതിലെ പദമാണ്. അതുപോലെ 14 എന്ന് പറയുന്നതും ഇതിലെ പദമാണ്, ഉറപ്പാണ് അല്ലെ. ഇത് 3ഉം ഇതിലെ പദമാണ്. അപ്പൊ ഇത് 3 ഇതുപോലെ ഇങ്ങനെ ചെയ്തു നോക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും എടുത്താൽ മതി. രണ്ടാമത്തെ പദമോ 1ാമത്തെ പദമോ അല്ലെങ്കിൽ ക്വസ്റ്റ്യനിൽ ഏതാണോ തന്നിട്ടുള്ളത് അങ്ങനെയും ചോദിക്കാം. അത് നമുക്കിനി ചെയ്യാം. അപ്പോ അങ്ങനെയും ചോദിക്കാം. ഏത് ക്വസ്റ്റ്യനിൽ ഏതെങ്കിലും ഒരു ടേം, ഏതെങ്കിലും ഒരു പദം മാത്രം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ പദത്തെ പൊതുവ്യത്യാസം കൊണ്ടായിരിക്കുമ്പോൾ ശിഷ്ടം കിട്ടൂലേ, അതവിടെ വെക്കുക. എന്നിട്ട് ഏതാണോ ചെക്ക് ചെയ്യേണ്ടത് അതിനെയും നമ്മൾ എന്ത് ചെയ്യുക? പൊതുവ്യത്യാസം കൊണ്ടായിരിച്ച് ശിഷ്ടം തുല്യമാണോ എന്ന് പരിശോധിക്കുക. തുല്യമാണെങ്കിൽ പദമാണ്, അല്ലെങ്കിൽ പദം അല്ല എന്ന് എഴുതുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒന്ന് എടുത്തിട്ട് ഇതേപോലെ ചെയ്തു നോക്കിയാൽ മതി. എല്ലാം കൂടി ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പൊ നമ്മള് ഫസ്റ്റ് ടേമിനെ ഡിവൈഡ് ചെയ്തു, റിമൈൻഡർ ചെക്ക് ചെയ്തു, അവിടെ വെക്കുക. എന്നിട്ട് ആവശ്യമുള്ളതിനെ നമ്മൾ എന്ത് ചെയ്തു? ഡിവൈഡ് ചെയ്തു. റിമൈൻഡർ സെയിം ആണോ എന്ന് ചെക്ക് ചെയ്തു. ചെക്ക് ചെയ്തെങ്കിൽ ദ റിമൈൻഡേഴ്സ് ആർ സെയിം അല്ലേ. സെയിം, therefore 100 is a term അല്ലേ. എന്താ എഴുതേണ്ടത്? ശിഷ്ടങ്ങൾ തുല്യമാണ് അല്ലേ, ആയതിനാൽ 100 ഒരു പദമാണ് എന്ന് എഴുതുക. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കൂ. ഈസ് 201 a term of an arithmetic sequence 10, 14, 18 etc. 10, 14, 18 etc. എന്ന സമാന്തര ശ്രേണിയിലെ ഒരു പദമാണോ 201 എന്നാണ് അല്ലേ. ഇപ്പൊ നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പദം ഇതിൽ നിന്ന് സെലക്ട് ചെയ്യുക. ഏതെങ്കിലും ഒരെണ്ണം മതി. ഏതെങ്കിലും ഒരെണ്ണം ചെയ്യാം. ഇപ്പൊ ഫസ്റ്റത്തെ 10ഓ 14ഓ 18ഓ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിനനുസരിച്ച് ഇഷ്ടം ഏതാണോ ആ നമ്പർ എടുക്കുക. ഓക്കെ, അപ്പൊ ഇവിടെ ഏതെങ്കിലും ഒരു നമ്പർക്ക് ഞാൻ 14 എടുത്തു. ആ 14 നമ്മൾ എന്ത് ചെയ്യണം? ഇതിന്റെ കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം, പൊതുവ്യത്യാസം കൊണ്ട് ഹരിക്കണം. ഇവിടെ പൊതുവ്യത്യാസം എത്രയാണ്? 14ൽ നിന്ന് 10 മൈനസ് ചെയ്യണം. ഇതല്ലേ ഇതിന്റെ പൊതുവ്യത്യാസം എന്ന് പറയുന്നത്. 14ൽ നിന്ന് 10 മൈനസ് ചെയ്യണത് എത്രയാ? 4 ആണ്. അപ്പൊ ആ 4 കൊണ്ട് ഇതിനെന്ത് ചെയ്യുക? നിങ്ങളെ ഹരിച്ചു നോക്കുക. ഹനിക്കണേ ഹനിക്കുമ്പോ എന്താ കിട്ടുക? എത്ര കിട്ടുക? പ്രാവശ്യം പോകും? 3 പ്രാവശ്യം അല്ലേ. 3 × 4 12 അല്ലേ. ബാക്കി ശിഷ്ടം എത്രയാണ്? 2 ആണ് ശിഷ്ടം കിട്ടുന്നത് അല്ലെ. അപ്പൊ 14നെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ എത്ര ശിഷ്ടം കിട്ടുന്നത്? 2 ആണ് കിട്ടുന്നത് അല്ലെ. 3 പ്രാവശ്യം 12 ശിഷ്ടം 2 എന്ന് പറയുന്നത് അല്ലെ. ഇനിയോ നമുക്ക് വേണ്ട, നമ്മൾ മാറ്റി നിർത്തിയിട്ട ആളുണ്ട്. 201 നമ്മുടെ പദമാണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യേണ്ട നമ്പർ. ആ നമ്പറിനെയും നിങ്ങൾ എന്ത് ചെയ്യുക? ഇതുപോലെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 200ൽ എത്ര 4 ഉണ്ട്? 200ൽ എത്ര 4 ഉണ്ട്? 50 അല്ലെ.
54 അല്ലേ 200 എന്ന് പറയുന്നത്. അപ്പൊ 54 എന്ന് പറയുന്നത് എത്രയാണ്? 200. ബാക്കി ശിഷ്ടം എത്രയാണ്? 1 കിട്ടിയത്. അപ്പൊ ഇവിടെ ശിഷ്ടം തുല്യാണോ? ഇവിടെ ശിഷ്ടം 2ഉം ഇവിടെ ശിഷ്ടം 1 കിട്ടിയത്. 200 പദമാണോ? 200 പദമാണോ? അല്ല. 200 പദമല്ലെങ്കിൽ അതിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന പദം ഏതായിരിക്കും? തൊട്ടപ്പുറത്ത് കിടക്കുന്ന പദം 201. സോറി, 200 അല്ല, 201 പദമല്ല അല്ലെ? 200 പദമാണോ? 200 പദമല്ല. 200 ആണെങ്കിൽ ശിഷ്ടം 0 കിട്ടുക അല്ലെ? അപ്പൊ അടുത്ത പദമായിട്ടുള്ള നമ്പർ തീർച്ചയായിട്ടും എന്തായിരിക്കും? 202 ആയിരിക്കും അല്ലെ? 202 എന്ന് പറയുമ്പോൾ 4 കൊണ്ട് നമ്മൾ ഹരിക്കുമ്പോൾ 50, 4 എന്ന് പറയുമ്പോൾ 200, ശിഷ്ടം 2. ശരിയല്ലേ? അപ്പൊ 202 പദമാണ്. പക്ഷെ അത് എഴുതണ്ട നിങ്ങൾ. 201 പദമാണോ എന്ന് ചോദിച്ചു. ആണോ? അല്ല. 201 എന്തല്ല? പദമല്ല. 201 ഈസ് നോട്ട് എ ടേം അല്ലേ? 201 പദമല്ല. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. In an AS, the 10th term is 46 and its common difference is 4. Check whether 120 is a term or not. അതായത് ഒരു സമാന്തര ശ്രേണിയുടെ 10ാം പദം 46 ആണ്. പൊതുവ്യത്യാസം 4 ആയാൽ ഈ ശ്രേണിയിലെ പദമാണോ 120 എന്ന് പരിശോധിക്കുക. ഓക്കെ, അതായത് ഇവിടെ നമുക്ക് ശ്രേണി ഒന്നും തന്നിട്ടില്ല. പക്ഷെ അതിന് പകരം in an AS the 10th term is 46. അതായത് 10th term എന്ന് പറയുമ്പോൾ ആ സമാന്തര ശ്രേണിയുടെ അരിത്തമെറ്റിക് സീക്വൻസിന്റെ 10ാമത്തെ പദം എന്താണ്? 46 ആണ് അല്ലെ? അതായത് ഇങ്ങനെയാണ് നമ്മൾ എഴുതുക അല്ലെ? 10th term is equal to എന്ത്? 46. പിന്നെ പറഞ്ഞിട്ടുണ്ട് പൊതുവ്യത്യാസം എന്ന് പറയുന്നത് എത്രയാണ്? 4 ആണ്. പൊതുവ്യത്യാസം എന്ന് പറയുന്നത് എത്രയാണ്? 4 ആണ്. അങ്ങനെയാണെങ്കിൽ 120 ഇതിലെ പദമാണോ എന്ന് ചെക്ക് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ? പരിശോധിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ആദ്യം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഏതെങ്കിലും ഒരു ടേം കിട്ടിയാൽ മതി. നമുക്ക് ഏതെങ്കിലും ഒരു പദം കിട്ടിയാൽ മതി. ഇന്ന പദം ആവണം എന്നൊന്നുമില്ല. അതായത് ഫസ്റ്റ് ടേം തന്നെ കിട്ടണം എന്നൊന്നുമില്ല, സെക്കൻഡ് ടേം തന്നെ കിട്ടണം എന്നൊന്നുമില്ല. നമുക്ക് ഹരിച്ചിട്ട് ശിഷ്ടം കണ്ടെത്താൻ ഏതെങ്കിലും മതി നമുക്ക്. അപ്പൊ ഇവിടെ ഏതെങ്കിലും എന്ന് പറയുമ്പോൾ 10ാമത്തത് അറിയാം. അപ്പൊ ആ 10ാമത്തതിനെ നമ്മൾ എന്തു ചെയ്യുന്നു? അതിന്റെ പൊതുവ്യത്യാസം നമുക്ക് തന്നിട്ടുണ്ടല്ലോ അല്ലെ? പൊതുവ്യത്യാസമായ 4 കൊണ്ട് നമ്മൾ ഹരിക്കുന്നു. അപ്പൊ 4 കൊണ്ട് ഹരിക്കുമ്പോ എത്രയാണ് ഇവിടെ വരുന്നത്? 10, 11 പ്രാവശ്യം അല്ലേ? 11 × 4 എന്ന് പറയുമ്പോ 44 ആണ്. ശിഷ്ടം എത്രയാണ് വരുന്നത്? 2 ആണ് വരുന്നത് അല്ലെ? അപ്പൊ ശിഷ്ടം എത്ര കിട്ടിയത്? 2 ആണ്. ഇനി 120 പദമാണോ എന്ന് പരിശോധിക്കണം എന്നുണ്ടെങ്കിൽ 120നെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ പൊതുവ്യത്യാസമായ 4 കൊണ്ട് ഒന്ന് ഹരിച്ചു നോക്കണം. ഇപ്പൊ എത്ര കിട്ടുക? 30 ഉണ്ടാവില്ലേ? നിങ്ങൾ ഓരോന്ന് സ്റ്റെപ്പായി ചെയ്താൽ മതി. 12 എത്ര? 3, 12 പിന്നെ 0 ആണല്ലോ അല്ലെ? അപ്പൊ 30 ടോട്ടല് 120. ശിഷ്ടം എത്ര കിട്ടുന്നത്? 0 ആണ് കിട്ടുന്നത്. ഇനി നിങ്ങൾ പറ, പദമാണോ 120 എന്ന് പറയുന്നത്? ഈ എഴുതിയിട്ടുള്ള ചോദ്യത്തിൽ ഒരു പദമാണോ? എഴുതിയിട്ടുള്ള ചോദ്യം എന്ന് പറയുമ്പോൾ 10ാമത്തെ പദം 46ഉം പൊതുവ്യത്യാസം 4ഉം ആയിട്ടുള്ള ഒരു ശ്രേണി എഴുതി കഴിഞ്ഞാൽ ആ ശ്രേണിയിലെ ആ സീക്വൻസിലെ ഒരു ടേം ആണോ 120 എന്നാണ് നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത്. ആണോ? അല്ല. കാരണം ഇവിടുത്തെ പദങ്ങളെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ശിഷ്ടം 2 തന്നെ കിട്ടണം. പക്ഷെ ഇവിടെ കിട്ടിയത് എത്രയാണ്? 0 ആണ്. ഇവിടെ അപ്പൊ എന്തെഴുതണം? ഏറ്റവും അടിയിൽ നിങ്ങൾ 120 പദമല്ല എന്ന് എഴുതണം അല്ലെ? 120 ഈസ് നോട്ട് എ ടേം ഓഫ് ദി സീക്വൻസ് എന്ന് എഴുതണം. ക്ലിയർ ആണല്ലോ? അടുത്ത ചോദ്യം നോക്കാം നമുക്ക്.
in an AIS, the 10th term is 31 and its 15th term is 46. A question. Find its common difference. B is 122 a term of the sequence. ഓക്കെ, അതായത് ഒരു സമാന്തര ശ്രേണിയുടെ പത്താം പദം 31 15-ാം പദം 46 ആണ്. എ ക്വസ്റ്റ്യൻ, പൊതുവ്യത്യാസം എത്ര? പൊതുവ്യത്യാസം കാണുക എന്നാണ്. ബി 122 പദമാണോ? ഇതാണ് നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത്. നമ്മൾ ഇതിന്റെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ചോദ്യവുമായിട്ട് ഇതിനെ കൂട്ടിച്ചേർത്തു കേട്ടോ. ഇനി അങ്ങനെ വരും, എങ്ങനെ കൂട്ടിച്ചേർത്ത് ഇങ്ങനെ വായിക്കും നമ്മൾ. അപ്പൊ എങ്ങനെയാ നമ്മൾ പറയാം? അത് ഓർമ്മ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് കിട്ടുള്ളൂ. കാരണം പൊതുവ്യത്യാസം കണ്ടുപിടിക്കണം. പൊതുവ്യത്യാസം തെറ്റിയാൽ കംപ്ലീറ്റ് തെറ്റും. അപ്പൊ ശരിക്കും ശ്രദ്ധിച്ചു വേണം. ഓരോ ക്ലാസ്സിൽ എടുക്കുന്നത് നന്നായിട്ട് പഠിക്കണം. ഇപ്പൊ ഇവിടെ എന്താ പറഞ്ഞേ? നമ്മുടെ 10ാമത്തെ പദം എന്ന് പറയുന്നത് 31 ആണ് അല്ലെ. 10ാമത്തെ പദം എന്നെങ്ങനെ എഴുതാം? നിങ്ങൾ ഇങ്ങനെ എഴുതാം അല്ലെ. x 10 = 31 എന്ന് എഴുതാം. അടുത്തതോ 15ാമത്തെ പദം എന്ന് പറയുന്നത് 15th ടേം എന്ന് പറയുന്നത് എത്രയാണ്? 46 ആണ്. അപ്പൊ ഇങ്ങനെ രണ്ട് പദം തന്നു കഴിഞ്ഞാൽ, രണ്ട് ടേം തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇതിൽ നിന്ന് പൊതുവ്യത്യാസം കണ്ടുപിടിക്കുക? പൊതുവ്യത്യാസം ആയിരുന്നല്ലോ നമ്മുടെ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്. പൊതുവ്യത്യാസം D = 46 മൈനസ് 31. ഇങ്ങനെ 46 - 31 ബൈ 15 - 10. 46 എന്ന് പറയുന്നത് 15ാമത്തെ പദമാണ്. അപ്പൊ അതിന്റെ അടിയിൽ തന്നെ എഴുതണം കേട്ടോ. -10. ഇപ്പൊ 46-ന്ന് 31 മൈനസ് ചെയ്യാം നമുക്ക്. 6-ൽ നിന്ന് 1 മൈനസ് ചെയ്താൽ 5 ആണല്ലോ വരിക അല്ലെ. 4-ന്ന് 3 മൈനസ് ചെയ്താൽ എത്രയാണ് വരുന്നത്? 1 ആണ്. അപ്പൊ 15 കിട്ടിയത് ബൈ 5. 15-ന്ന് 10 മൈനസ് 5 അല്ലേ. 15-നെ 5 കൊണ്ട് ഹരിച്ചാൽ ഉത്തരം കിട്ടുന്നത് 3 ആണ്. ഇതാണ് നമ്മുടെ എന്ത് എന്ന് പറയുന്നത്? പൊതുവ്യത്യാസം എന്ന് പറയുന്നത് അല്ലെ. ഇനി നമ്മുടെ ബി ക്വസ്റ്റ്യൻ. ബി എന്തായിരുന്നു നമ്മുടെ ബി എന്ന് പറയുന്നത്? 122 പദമാണോ എന്ന് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ശിഷ്ടം എന്താണെന്ന് നമുക്ക് അറിയണം. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പദം എടുക്കുക. ഇതിൽ 2 പദങ്ങളുണ്ട്. 10ാമത്തെ പദമുണ്ട്, അതുപോലെ 15ാമത്തെ പദമുണ്ട്. ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. അപ്പൊ ഞാൻ 10ാമത്തെ പദമായിട്ടുള്ള 31 എടുക്കുകയാണ്. 31-നെ ഞാൻ എന്ത് ചെയ്തു? നമ്മുടെ പൊതുവ്യത്യാസം ആരാ? 3 ആണ് അല്ലെ. അതുകൊണ്ട് അരിച്ചു വെക്കുക. അപ്പൊ നമുക്കറിയാം 30-ൽ കറക്റ്റ് ആയിട്ട് പോകുമല്ലോ. എത്രയാ? 30-ൽ 3 10 പ്രാവശ്യമാണ് അല്ലെ. ഇപ്പൊ ബാക്കി ശിഷ്ടം 1 ആണ്. അതവിടെ ഒന്നോട്ടെ. ഇനി ഇതേപോലെ തന്നെ നമ്മുടെ 122-നെയും 3 കൊണ്ട് അരിച്ചു വെക്കുക. അപ്പൊ എങ്ങനെ വരിക? 120-ൽ 30 പ്രാവശ്യമാണ്. ഇപ്പൊ 120-ൽ 30 എന്ന് പറഞ്ഞാൽ 120. ബാക്കി ശിഷ്ടം 2 ആണ്. ഇനി നിങ്ങൾ പറ, 122 എന്ന് പറയുന്നത് പദമാണോ? 122 പദമാണോ? 122 പദമല്ല. 121 പദമാണോ? 121 പദമാണ് അല്ലെ. 121 പദമാണെന്ന് പറയും. ക്ലിയർ ആണല്ലോ. ഓക്കെ. അപ്പൊ 121 പദമാണ്. 121 ആണെങ്കിൽ ഇവിടെ ശിഷ്ടം 1 ആണ് വരിക. ഇവിടെ ശിഷ്ടം 1 ആണ്. അപ്പൊ ശിഷ്ടം തുല്യമാണെങ്കിൽ 121 പദമാണ്. പക്ഷെ 122 എന്തല്ല? പദമല്ല. കാരണം ശിഷ്ടം അവിടെ എന്താ കിട്ടുന്നത്? 2 ആണ് കിട്ടുന്നത്. ക്ലിയർ ആണല്ലോ. ചോദ്യം ഓക്കെ അല്ലേ? ഓക്കെ. Is 101 a term of an AS 13, 24, 35, etc. What about 1001? Okay. അതായത് 13, 24, 35 എക്സെട്ര എന്ന സമാന്തര ശ്രേണിയുടെ ഒരു പദമാണോ 101
101. ഓക്കെ, അതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. രണ്ടാമത്തത് 1001 ആയാലോ? ഓക്കെ, 1001 ആയാലോ എന്നുള്ള രണ്ട് ചോദ്യങ്ങൾ. അപ്പൊ നമുക്കറിയാം ഇത് ടെക്സ്റ്റ് ബുക്കിലുള്ള ചോദ്യമാണ്. 13, 24, 35 എന്ന് പറയുന്ന സമാന്തര ശ്രേണിയുടെ 101 ഒരു പദമാണോ, ടേമാണോ? അതുപോലെ തന്നെ 1001 പദമാണോ? നമുക്ക് ഒരുമിച്ചത് ചെയ്യാം അല്ലേ? രണ്ടും ഒരേപോലെ ചോദിച്ചിട്ടുള്ളതായിരുന്നു. ശിഷ്ടം തുല്യമാണെങ്കിൽ അത് പദമാണ്, അല്ലെങ്കിൽ അത് പദമല്ല. അപ്പൊ ആദ്യം നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒരു പദത്തെ പിടിക്കാം. ഇതാ പിടിച്ചു, ഏതെങ്കിലും ഒരു പദത്തെ പിടിച്ചു. ഞാൻ 13 എന്ന് പറയുന്ന ആദ്യത്തെ പദത്തെ തന്നെ അവിടെ നിന്ന് അങ്ങ് പിടിച്ചു. അതിനെ ഞാൻ എന്ത് ചെയ്യുന്നു? നമ്മുടെ പൊതുവ്യത്യാസമായ അഥവാ കോമൺ ഡിഫറൻസിനെ, എത്രയാ കോമൺ ഡിഫറൻസ്? അതൊന്നും തെറ്റിക്കരുതിട്ടാ. കോമൺ ഡിഫറൻസ് 24 അല്ലേ? 24 30 മൈനസ് ചെയ്താ 24 മൈനസ് 13. ഇപ്പൊ 1 എത്രയാ? 11 അല്ലേ? ഇപ്പൊ അതാണ് നമ്മുടെ കോമൺ ഡിഫറൻസ്. അപ്പൊ ആ പൊതുവ്യത്യാസം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഹരിക്കണം. ഹരിക്കൂ. 13നെ 11 കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടുക? ഒറ്റ പ്രാവശ്യം ഉണ്ടാവും അല്ലെ? 11 ശിഷ്ടം 2 അല്ലെ? ഇനി ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യുക? 101നെയും 11 കൊണ്ട് ഹരിക്കുക. 101നെ 11 കൊണ്ട് ഹരിക്കുമ്പോ ഇവിടെ 10 പോവോ? ഇല്ല. 101 തന്നെ 100 എന്ന് പറയുമ്പോ എത്രയാണ്? 9 പ്രാവശ്യം പോകും. 9 × 11 പറഞ്ഞാൽ 99 അറിയാം. 9 × 11 99 അപ്പൊ 101 99 മൈനസ് ചെയ്താൽ ശിഷ്ടം എത്ര കിട്ടുക? 2 അല്ലേ? 99 പറഞ്ഞാൽ 100 101. അപ്പൊ 101ക്ക് 2 ഉണ്ടാവും. അപ്പൊ ശിഷ്ടം എത്ര കിട്ടിയത്? 2 കിട്ടിയത്. റിമൈൻഡർ 2 ആണ്. 101 പദമാണോ? 101 പദമാണ് അല്ലെ? 101 പദമാണ്. ശിഷ്ടം തുല്യാണ് അല്ലെ? ഇവിടുത്തെ ശിഷ്ടം തന്നെയാണ് ഇവിടെയും കിട്ടിയത്. അപ്പൊ 101 എന്ന് പറയുന്നത് 101 is a term of the sequence. ഇനി 1001 ചെക്ക് ചെയ്യാം നമുക്ക്. അതിനെ നമ്മൾ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലെ? 11 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ 100ൽ നമ്മൾ നോക്കി നേരത്തെ. 100ൽ എത്രയാണ്? 9 ടൈംസ് ആണ് 99 ആണ്. ബാക്കി 1 ഉണ്ട് അല്ലേ? ഇവിടെ 11 ഒന്ന് ഇറക്കിയിടുമ്പോൾ 11 അല്ലേ? ഇത് 11ൽ 1 ടൈം ഉണ്ട് 11 0 ആണ്. അപ്പൊ 101ൽ 11 എന്ന് പറയുമ്പോൾ എത്രയാണ് ആൻസർ വരുന്നത്? 0 ആണ്. കറക്റ്റ് ആയിട്ട് പോകുന്നുണ്ട് അല്ലേ? ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? 101 അല്ല 1001 അല്ലേ? 1001 നമുക്ക് 0 ആണ് റിമൈൻഡർ കിട്ടുന്നത്. സോ 1001 എന്ന് പറയുന്നത് എന്തല്ല? ഇതിലെ ടേം അല്ല എന്ന് പറയണം അല്ലേ? കാരണം ശിഷ്ടം തുല്യമല്ല അല്ലെ? ഇവിടെ ശിഷ്ടം 0 ആണ് കിട്ടിയത്. ഇവിടെ 2 ആയിരുന്നെങ്കിൽ നമുക്ക് എന്ത് പറയാമായിരുന്നു? ഇതിലെ 1001 എന്ന് പറയുന്നത് ടേം ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ അല്ലേ? ക്ലിയർ? നമുക്ക് ഇനി അടുത്ത സെക്ഷനിലേക്ക് പോകാം. നെക്സ്റ്റ് ആ ഭാഗത്ത് നിന്ന് തന്നെ ചോദിക്കാൻ സാധ്യത ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് അത് ഇതിന്റെ കൂടെ തന്നെ എന്ത് ചെയ്യാം? കൂട്ടിച്ചേർക്കാം. ശ്രദ്ധിക്കൂ. Can the difference of any two terms of the sequence 10, 14, 18, etc. is 200? ചോദ്യം 10, 14, 18, etc. എന്ന സമാന്തര ശ്രേണിയുടെ ഏതെങ്കിലും രണ്ട് പദങ്ങളുടെ, അത് ഏതുമാവാട്ടോ, 1-ാമത്തതോ 20-ാമത്തതോ 1-ാമത്തതോ 100-ാമത്തതോ 20-ാമത്തതും 100-ാമത്തോ അത് ഏത് തമ്മിലായിക്കോട്ടെ, ഏതെങ്കിലും രണ്ട് പദങ്ങളുടെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ മൈനസ് ചെയ്തത് വ്യത്യാസം 200 ആകുമോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത്. ചോദ്യം ഒന്നുകൂടി പറയാം. 10, 14, 18 എക്സെട്ര എന്ന സമാന്തര ശ്രേണിയുടെ ഏതെങ്കിലും രണ്ട് പദങ്ങളുടെ വ്യത്യാസം 200 ആകുമോ എന്നാണ് നമ്മുടെ ചോദ്യം. ക്ലിയർ ആണല്ലോ? ഓക്കെ, ആദ്യം നമുക്ക് അതവിടെ നിൽക്കട്ടെ. അതിന്റെ പ്രത്യേകത എന്താണെന്ന് നമുക്ക് നോക്കാം അല്ലെ? ഇപ്പൊ നമ്മള് ഇവിടെ ഈ ഒരു ശ്രേണി പറഞ്ഞിട്ടുള്ളത് ഏതാണ്? 10, 14, 18 എക്സെട്ര എന്ന് പറയുന്നത് അല്ലെ? അടുത്ത നമ്പർ കൂടി നമുക്കൊന്ന് അവിടെ എത്രയാണ്? 22 ആയിരിക്കും അല്ലെ? 4 അല്ലേ പൊതു വ്യത്യാസം വരുന്നത് അല്ലെ? കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് ഇവിടെ 4 ആണ്. അപ്പോൾ അടുത്ത നമ്പർ തീർച്ചയായിട്ടും 22 ആയിരിക്കും അല്ലെ? ഇനി നമ്മളോട് എന്താ പറഞ്ഞത്? ഏതെങ്കിലും രണ്ട് പദങ്ങളുടെ വ്യത്യാസം, ഏതെങ്കിലും രണ്ട് പദങ്ങളുടെ വ്യത്യാസമാണ് ഇവിടെ എഴുതിയിട്ടുള്ളത് 200. അതാകുമോ എന്നാണ് ചോദ്യം. അപ്പൊ ഞാനിവിടെ നോക്കൂ, ഈ ഒരു പദം എടുത്തു, ഫസ്റ്റത്തെ പദം. അതുപോലെ തന്നെ ഈ ഒരു പദം എടുത്തു. ഇതേതാ? 4-ാമത്തെ പദമാണ് അല്ലെ? 4th ടേം ആണ്. ഇവർ തമ്മിലുള്ള വ്യത്യാസം ഒന്ന് വെറുതെ ചെയ്ത് നോക്കുകയാണ്. വ്യത്യാസം എങ്ങനെ കാണാം? 22ൽ നിന്ന് 10 മൈനസ് ചെയ്തു. എത്ര ഉത്തരം കിട്ടുക? 12. ഓക്കെ, ഇനി അടുത്ത് ഞാൻ എന്ത് ചെയ്തു? ഈ പദവും തമ്മിലുള്ള വ്യത്യാസം, ഏതെങ്കിലും രണ്ട് പദങ്ങളുടെ വ്യത്യാസം അല്ലേ ചോദിച്ചിട്ടുള്ളത്? ഏതെങ്കിലും രണ്ട് പദങ്ങളുടെ വ്യത്യാസം അല്ലേ? അപ്പൊ നമുക്ക് ഇതും തമ്മിൽ ഒന്ന് ചെയ്തു നോക്കാം. ഇത് എത്രാമത്തെ പദ? 4-ാമത്തെ ടേം. ഇതോ
സെക്കൻഡ് ടേം. അപ്പൊ അവര് തമ്മിലുള്ള വ്യത്യാസം വെറുതെ ഒന്ന് കണ്ടുവെക്കാണ്. 22 മൈനസ് 14. 22 14 കുറച്ച് എത്ര വരിക? 14 കൂടെ എത്ര കൂട്ടിയതാണ്? 14 കൂടെ 6 കൂട്ടിയാൽ 20 അല്ലേ വരിക അല്ലേ? പിന്നെ 2 കൂട്ടാനുണ്ട്. അപ്പൊ എത്ര? 8 അല്ലേ? അപ്പൊ ആൻസർ ഇവിടെ എത്ര വന്നത്? 8. ക്ലിയർ ആണല്ലോ. ഇനി വേണമെങ്കിൽ നമുക്ക് അടുത്ത നമ്പർ കൂടി ഒന്ന് എഴുതിയിട്ട് ചെക്ക് ചെയ്യാം. അടുത്ത നമ്പർ 22 കൂടെ 4 കൂട്ടിയാൽ 26 അല്ലേ? 26 കിട്ടി. കുറെ അങ്ങോട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. തൊട്ട് അടുത്ത് കിടക്കുന്നതൊക്കെ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാം അല്ലെ? ഇനി ഈ 26ഉം ഈ 10ഉം തമ്മിൽ ഏതെങ്കിലും 2 പദങ്ങളുടെ വ്യത്യാസം തന്നെ. അപ്പൊ ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുത്തോളൂ. ഇപ്പൊ ഞാൻ 26 എന്ന് പറയുന്ന 5ാമത്തെ പദമാണ്. ഇത് ഫസ്റ്റ് ടൈം ആണ്. അവർ തമ്മിലുള്ള വ്യത്യാസം ഒന്ന് കാണാൻ പോവാണ്. ഇപ്പൊ 26 മൈനസ് 10 ഉത്തരം 16 എന്നാണ് കിട്ടിയത് അല്ലെ? അപ്പൊ ഇതൊക്കെയാണ് ഇതിലെ വ്യത്യാസങ്ങൾ. 12 വ്യത്യാസമാണ്, 8 വ്യത്യാസം ആണ്, 2 പദങ്ങളുടെ വ്യത്യാസം ആണ്, 16 2 പദങ്ങളുടെ വ്യത്യാസമാണ്. ഇനി ഈ വ്യത്യാസത്തിന്റെ പ്രത്യേകത എന്താണ് ചെക്ക് ചെയ്താൽ പോലെ നിങ്ങൾക്ക്. വ്യത്യാസത്തിന്റെ പ്രത്യേകത എന്താണ്? ഈ 12 എന്ന് പറയുന്നത്, ആ 12നെ നമ്മുടെ പൊതുവ്യത്യാസം 4 അല്ലേ? ആ 4നെ അരിച്ചു നോക്കാണി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നോക്കി പറഞ്ഞു നോക്കാണ് നിങ്ങൾ. 12 എന്ന് പറയുന്നത് 4ന്റെ ആരാ ഗുണിതമല്ലേ? 8ഓ 4ന്റെ ഗുണിതല്ലേ? പൊതുവ്യത്യാസത്തിന്റെ ഗുണിതല്ലേ? 16ഓ പൊതുവ്യത്യാസത്തിന്റെ ഗുണിതമാണ്. അതായത് 4ന്റെ മൾട്ടിപ്പിൾ ആണെന്ന് അർത്ഥം. എന്ന് പറഞ്ഞാൽ ശിഷ്ടം റിമൈൻഡർ എന്ത് കിട്ടും? 0 കിട്ടും. നോക്കൂ എത്ര? 3 12 റിമൈൻഡർ 0 അല്ലേ? അടുത്തതോ 8. 8നെ 4 കൊണ്ട് ഹരിച്ചാൽ 2 പ്രാവശ്യം 8 ശിഷ്ടം 0. അടുത്തത് 16. 16നെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ 4 പ്രാവശ്യം 16 റിമൈൻഡർ 0 ശിഷ്ടം 0 ആണ്. അപ്പൊ വ്യത്യാസം എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോ നമ്മുടെ ചോദ്യം എന്തായി? 10 14 18 എക്സെട്ര എന്ന സമാന്തര ശ്രേണിയുടെ ഏതെങ്കിലും 2 പദങ്ങളുടെ വ്യത്യാസം 12 ആകുമോ? 12 ആകുമോ? ഓക്കെ, ഇത് നമ്മളിവിടെ ചെയ്തു വെച്ചിട്ടുണ്ടല്ലോ. അപ്പൊ 12 ആകുമെന്നാണ് നമ്മുടെ ആൻസർ. 12 ആകുമെങ്കിൽ അതിന്റെ ഉത്തരം എന്താ കിട്ടിയത്? അതിനെ പൊതുവ്യത്യാസം കൊണ്ട് ഹരിക്കുമ്പോ എന്ത് ഉത്തരം കിട്ടുന്നുണ്ട്? ശിഷ്ടം റിമൈൻഡർ 0 ആണ് കിട്ടുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കാണ്, ഈ സമാന്തര ശ്രേണിയുടെ ഏതെങ്കിലും 2 പദങ്ങളുടെ വ്യത്യാസം 200 ആകുമോ എന്ന് നിങ്ങളോട് ചോദിച്ചാൽ ആ 200 നമ്മുടെ പൊതുവ്യത്യാസത്തിന്റെ ഗുണിതമാണോ മൾട്ടിപ്പിൾ ആണോ എന്ന് മാത്രം ചെക്ക് ചെയ്താൽ മതി. നേരത്തെ ഞാൻ എഴുതിയതൊന്നും നിങ്ങൾ എഴുതണ്ട. അപ്പോ ആ 200നെ നിങ്ങൾ എന്ത് ചെയ്യണം? 200നെ നമ്മുടെ പൊതുവ്യത്യാസമായ 4 കൊണ്ടൊന്ന് ഹരിച്ചു നോക്കുക. പൊതുവ്യത്യാസമായ 4 കൊണ്ട് ഹരിക്കുമ്പോൾ 50 പ്രാവശ്യം 50 × 4 എന്ന് പറഞ്ഞാൽ 200 ആണ്. അപ്പൊ ശിഷ്ടം 0 കിട്ടി. അപ്പൊ ശിഷ്ടം 0 കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ എന്ത് എഴുതണം? ഈ സമാന്തര ശ്രേണിയിലെ ഏതെങ്കിലും 2 പദങ്ങളുടെ വ്യത്യാസം 200 ആകും. It can the difference of any 2 term the sequence is 200 എന്ന് എഴുതാം അല്ലേ? അത് വ്യത്യാസം 200 ആവുന്നത്. ക്ലിയർ ആണല്ലോ. ഓക്കെ, നെക്സ്റ്റ് നമ്പർ ഓഫ് ടേംസ്, പദങ്ങളുടെ എണ്ണമാണ്